പുതിയ സാധനമൊക്കെ വന്നു. എല്ലാം ഫ്രണ്ടിലോട്ട് പാവില്ല, ഫ്രണ്ടിലോട്ട് എടുത്ത് മാറ്റി. അയ്യോ 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 അയ്യോ. ഇപ്പൊ ബൂമർ റിസൾട്ട് ഇപ്പഴേ അറിയത്തുള്ളൂ, എന്ത് പറയുന്നൊന്നും അറിയത്തില്ല. പൊളി സാധനമാണ്, കാര്യമുള്ളവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. 120 രൂപ ഉള്ളു കേട്ടോ. ലോഡിങ് ഇവന്റെ ലോഡിങ് മൊത്തം തിരക്ക് 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 നേരെ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കും. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ മാലത്തിന് എന്റെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ എല്ലാവരും ചോദിക്കാം മലയ്ക്ക് പോകാനായിട്ട് ഇട്ടേക്കുന്നതാണോ. ഞാൻ മുനിസിപ്പാലിറ്റി ഇന്നലെ പോയില്ലായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു മലയ്ക്ക് പോകാണോ എന്നൊക്കെ ചോദിച്ചു. അതായത് നമ്മുടെ അവൻ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ കട നോക്കി അവിടുത്തെ ചെറുക്കാൻ. അപ്പം കുറെ പേര് ചോദിച്ചു കേട്ടോ മലയ്ക്ക് പോകാനായിട്ടൊക്കെയാണോ. ഞാൻ പറഞ്ഞ അല്ല, വൈഫ് ഗിഫ്റ്റ് തന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മള് രാവിലെ തന്നെ നമ്മള് ചിറ്റാമ്മയെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നിരിക്കുകയാണ്. ചിറ്റാമ്മയുടെ സ്കാൻ റിപ്പോർട്ട് കിട്ടി. ഹെർണിയ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ സിസ്റ്റം ഉണ്ട്. അതായത് എന്താ റേനൽ സിസ്റ്റോ, റൈറ്റ് കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയിലും 6x6 എന്നൊക്കെ എന്തോ മില്ലിമീറ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഹാമായിട്ടുള്ള അല്ലെന്ന് തോന്നുന്നു. ഞാൻ അറിയാവുന്നവർക്കൊക്കെ ഇപ്പൊ ചേച്ചി നമുക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. എന്റെ ഒരു സിസ്റ്ററാണ്, ചേച്ചി സിസ്റ്ററാണ്, പുറത്ത് നേഴ്സാണ്. ഞാൻ സിസ്റ്റർ എന്ന് പറയുമല്ലോ, അപ്പൊ നേഴ്സാണ്. ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചി അപ്പൊ കുറച്ച് കഴിയുമ്പോൾ വിവരം പറയാന്നുണ്ട്. അപ്പൊ 4 മണിക്ക് നമുക്ക് ഡോക്ടറെ കാണിക്കാനും ചിറ്റമ്മയെ കൊണ്ടുപോകണം. അപ്പൊ അതിനുപുറം കുറെ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം മറ്റേ ടിക്കറ്റ് കുറെ ഉണ്ട്, അതൊക്കെ കൊണ്ട് എടുക്കണം. അതേപോലെ കുറെ ബെഡ് സെറ്റ് കാര്യങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ട് വരണം. നമ്മളെല്ലാം വന്ന് കൊറിയറൊക്കെ വന്നിരിക്കുകയാണ്. മൊത്തത്തിൽ തിരക്കാണ്. അതെ, പക്ഷെ നമ്മുടെ ആ തിരക്കുകൾ വീഡിയോ ആയിട്ടിട്ടേക്കാന്ന് വെച്ചേട്ടോ. ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ദിവസം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അതിനിപ്പുറം പക്ഷെ തിരക്ക് നമുക്ക് ഈ അസുഖം വരുമ്പോ ഇല്ലേ, ഇപ്പൊ ചിറ്റാമ്മയ്ക്ക് ഇപ്പൊ ആണെങ്കിലും ചെറിയ ചിറ്റാമ്മയോട് പോകുമ്പോ നമുക്ക് വീട്ടിൽ ഒരാളെ കൊണ്ട് ആവശ്യം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല സമയം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്യുന്നത്, കടയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു അതാണ്. പക്ഷെ പെട്ടെന്ന് വയ്യാതെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും. നമ്മളോട് പിടിച്ചു കയറി വരും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ഡോക്ടർ സർജറി ചെയ്യാനൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇത് ഇന്നലെ പറഞ്ഞായിരുന്നു, നോക്കിയപ്പോ തന്നെ ഹെർണിയ ആന്നാ പറഞ്ഞേ. അപ്പം സർജറി ചെയ്യുന്നതും റിസ്ക് ആന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 82 വയസ്സ് മേലിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ചേക്കണം. അപ്പം വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇത് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, ഇൻ കേസ് സർജറി പറഞ്ഞാൽ പോലും അത് കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് മിനിസ് വരെ ഒന്ന് പോകണം കേട്ടോ. ഇന്നിപ്പോ പോയി ഇറങ്ങുന്നതിന് ഇപ്പുറം. കാരണം ഇതുണ്ട് മൊത്തം പിമ്പിൾസ് എന്ന് വെച്ചാൽ ഇവിടെ സ്നേഹിച്ച് അങ്ങ് കൊല്ലു. അതിന്റെയാണ് ഈ പിമ്പിൾസ് ഇത്രയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ മുഖത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒന്നറച്ചു. അപ്പൊ അത് ഉണ്ട് ഇവിടെ നോക്കി ഞെക്കട്ടെ വേദനയുണ്ട്. കണ്ടോ ഞെക്ക വേദനയില്ലേ പറ വേദനയില്ലേ കണ്ട വേദനയുണ്ട്. കാര്യം അത് അതില്ലേ കാര്യ ഇവിടെ എല്ലാം കാര്യമുണ്ട്. അപ്പൊ അത് എന്റെ സ്നേഹത്തിന്റെ കേട്ടോ. അപ്പൊ നമ്മള് ഈ മിനിസോയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചായിരുന്നേ, ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നേ. അപ്പൊ അത് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കാരക്കകത്തിരിക്കുന്ന സാധനം എല്ലാം അബ്സോർവ് ചെയ്തെടുക്കും. ഒരു സാധനം കേട്ടോ, ചൈനക്കാർ സമ്മതിക്കണം ഇമാതിരി ഐറ്റംസ് ഒക്കെ പുറത്തിറക്കി വെക്കുന്നത്. ഇതെല്ലാം ഞാൻ ഞെക്കി പൊട്ടിച്ച് ഈ സാധനം അറിയത്തില്ല എന്നതിന് മുമ്പ് പൊട്ടിച്ചുകൊണ്ടിരുന്ന. അപ്പൊ ഈ സാധനം മേടിച്ച് വെച്ച് പാടെല്ലാം മാറട്ടെ. അപ്പൊ പാടും മാറുന്നുണ്ട്, അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. മിനിസോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് മേടിച്ചോ കേട്ടോ. നമ്മൾ നല്ല ജെന്യൂൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളോട് എത്തിക്കാറുള്ളൂ. നല്ല സാധനമാണ് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ഇത് പരസ്യമൊന്നുമല്ല, നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയണം. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുത്താണ്, പെരുന്തുരുത്തിയിലാണ് മിനിസോ. ഇവിടെ ഒരു 4 കിലോമീറ്റർ. അപ്പൊ ഓടിപ്പോയി അതും ഒരു 2 മേടിക്കണം. കാരണം പെട്ടെന്ന് ഇവിടെ തീർക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് എന്തായാലും വേണം. എനിക്ക് ഞാനിപ്പം അതെ. അപ്പൊ അവിടെ ആദ്യം പോകണം, അതിനിപ്പുറം വന്ന് ബെഡ്ഷീറ്റ് എടുക്കണം, നേരെ കടയിൽ പോകണം, തിരിച്ചു വരണം. അതിനിടയ്ക്ക് ചിറ്റാൻ മൊത്തം തിരക്ക് നേരെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അതിൽ ഒത്തിരി സന്തോഷം. തന്നെ അടിക്കാൻ പറ്റും. ഞാനല്ലേ പറഞ്ഞേ ഇങ്ങനെ വെക്കുന്ന നേരെ വീഡിയോ കേട്ടോ. യെസ്
ഒരുത്തി ഇവിടെ കിടന്ന് അലർന്നു. അയ്യോ പുതിയ സാധനമൊക്കെ വന്നു. എല്ലാം ഫ്രണ്ടിലോട്ട് പാവില്ല, ഫ്രണ്ടിലോട്ട് എടുത്ത് മാറ്റി. അയ്യോ 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 അയ്യോ. ഇറങ്ങ, നമുക്ക് നോക്കാം. എനിക്ക് ആ സാധനം മാത്രം മേടിക്കും, നേരെ ഇറങ്ങി വരിക, പോവാ കേട്ടോ. ഓക്കെ ഓക്കെ ആക്കെ ലക്ഷ്മി പറയുന്നല്ലേ ആക്കെ. നമുക്ക് ആ ഒരു പെടലിയെ വെക്കുന്ന ഓർമ്മ മേടിച്ചാലോ? ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ പോയി കയറപ്പോ. പണ്ടത്തെ അംബാസഡർ കാർ വരെ എടുത്ത്. അങ്ങനെ നമ്മള് മിനിസോയിന്ന് ഇറങ്ങി കേട്ടോ. ബില്ല് കണ്ടോ നോക്കി. വീണ്ടും ലക്ഷങ്ങളുടെ സാധനം മേടിച്ച് മിനിസോയിൽ നിന്ന് കുഞ്ചൂസ് നാഗവല്ലിനെ ഇറക്കിക്കൊണ്ട് വന്നു. ഇന്നലെ പെട്രോൾ അടിച്ചില്ലേ ഞാൻ? എനിക്കാണല്ലോ അടിച്ചേ. ഓക്കെ ആ അപ്പം റിസർവ് ആയി വണ്ടി. അതാ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. 1480 രൂപ കേട്ടോ. അപ്പം കുറച്ച് ഐറ്റംസ് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതേണ്ട ഇതേണ്ട കേട്ടോ. ടിന്ന് നീ എപ്പോ മേടിച്ചടി? ഞാനത് തിരിച്ചെടുത്ത് വെച്ചാ കേട്ടോ അത്. ഓക്കെ പിന്നെ അല്ല എനിക്ക് ഞാൻ എന്തോ മേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരുപാട് കണ്ടെയ്നേഴ്സ് നമ്മുടെ ഈ വീട്ടിലെ ആൾക്കാർ വീട്ടിലേക്കല്ല, പിന്നെ വീട്ടിലെ മീൻസ് അടുക്കളയിലേക്കുള്ളതല്ല. ഇത് മറ്റേ കമ്മൽ ഇതെല്ലാം ഇത് സെപ്പറേറ്റ് എല്ലാം ഓരോന്നും ഞാൻ ഓർത്ത മറ്റേ നമ്മുടെ വീട്ടിൽ ഒരുപാട് പിള്ളേർ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. അവരുടെ അടുത്ത് മേടിച്ച് സാധനം ഫുള്ള് പാത്രത്തിന്റെ അങ്ങേറ്റം ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സും അങ്ങനെയൊക്കെ. പിന്നെ പാത്രങ്ങള് ഇപ്പൊ അവര് വരുമ്പോ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത സാധനം ഇല്ല. അതുപോലെ എല്ലാരും മേടിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലും പെൺകുട്ടികളൊക്കെ ഈ രാത്രിയിലൊക്കെ വരുന്നു. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ വരുന്നു. നമുക്ക് തന്നെ പേടിയാവും ഇവരെങ്ങനെ ഇത്ര ഇതായിട്ട് നടക്കുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും മേടിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ മേടിക്കുന്നില്ല, കാരണം ഫുള്ള് ആയി, നമുക്ക് എല്ലാ സാധനമായി. അപ്പം ഞാൻ ഓർത്ത് ഇത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഇത് കുഞ്ചുദിവസം മേടിച്ചു കൊടുത്തിട്ട് കുഞ്ഞു ബോട്ടിലാണ്. വെള്ളം കൂടി ഇത്തിരി കുറവാണ്. അപ്പൊ എന്നാൽ വെള്ളം ശരിക്കും കുടിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് മേടിച്ചാണേ. പിന്നെ ഇത് വണ്ടി കഴുകാനായിട്ട് എനിക്കൊരു 2 എടുക്കണം. ബാക്കി തുടയ്ക്കാനായിട്ടൊക്കെ നല്ല സോഫ്റ്റ് ടവലാണ് കേട്ടോ. പിന്നെ മേടിച്ചത് ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് കേട്ടോ. നിങ്ങൾ മിനിസോയിൽ പോകുമ്പോഴത്തേക്കും ഇത് നോക്കും. ഇത് അടിപൊളി സാധനമാണ്. കാര്യമുള്ളവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. 120 രൂപ ഉള്ളു കേട്ടോ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇത് കാണിച്ചു തരാമേ. ഇത് നോക്ക്, അത് ഞാൻ എടുത്തത്. കാരണം കണ്ണിന് അല്ല അതെന്നാ അത് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോ എനിക്കൊന്ന് കൂളാക്കാൻ വേണ്ടി ഇത് തുറന്ന് കാണിച്ചത് മോനെ.
ഇതാണ്ട് ഇതിന് ഇല്ലില്ല കാണിച്ചില്ല. അതായത് ഇതിനകത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ പൊളിച്ചിട്ട് നമ്മുടെ മുഖത്തോട്ട് അങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ. അതായത് ഏകദേശം എത്ര മണിക്കൂർ? 6 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇത് എടുക്കാതെ വെക്കണം. അപ്പൊ ഉറങ്ങുമ്പോൾ നമ്മൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ട്രാൻസ്പെറന്റ് ആയിട്ട് കുഴപ്പമില്ല, വൃത്തികേടൊന്നുമില്ല. അതെ അതെ. അപ്പൊ അത് 2 മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ മേടിച്ചേ നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയാ ഞാൻ അറിയാതെ ഒളിപ്പിച്ച് ഇത് ഓയിൽ അബ്സോർബിങ് ചെയ്ത് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാര്യം. പിന്നെ ബ്രൈനി സ്കിന്ന് കുഞ്ചൂസിന് കേട്ടോ. ഒരു ഫേഷ്യൽ മാസ്ക് ഞാൻ ഇങ്ങനെ കൂളിങ്ങിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടായതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 50 രൂപയാണേ, ഇത് 60 രൂപ. നല്ലതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഇടയ്ക്ക് പിന്നെ കുഞ്ചൂസിനൊരു കമ്മല് എന്നല്ല ആമിഷനും ലച്ചൂട്ടിക്ക് ഉപയോഗിക്കാം. 2 പേർക്ക് ഓരോ ഇത്. അതത്രയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അത്ര ഐറ്റംസ് ഉള്ളു കേട്ടോ. അപ്പൊ ഇത് നമ്മളിപ്പം ഈ കാരയുടെ മേടിക്കാൻ വേണ്ടി വന്നതാണ് സത്യം പറഞ്ഞ. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് ഇവക്ക് ഭയങ്കര ത്വരയാണ്. ഇങ്ങനെ എന്തോ നോക്കണം അങ്ങനെ അല്ല അങ്ങനല്ല, ഇത് ഇറങ്ങി വരത്തില്ല. ഞാൻ പിടിച്ചു വലിച്ചിറക്കിക്കൊണ്ട് വരേണ്ട അവസ്ഥ. അയ്യോ ഇതിന് മിക്ക സാധനം നമ്മൾ കടയിലോട്ട് അറിയോ. ഞാനും അച്ഛനാണെങ്കിലും തന്നെ മിനിസേ വരാം. ഇവൻ എനിക്കാണെങ്കിൽ ഇത്ര ദൂരമുള്ളൂ തന്നെ വരാം. പക്ഷെ ഇച്ചിരി ഉള്ളു കേട്ടോ. നമ്മുടെ 4 കിലോമീറ്റർ പോലും ഇല്ല 10 മിനിറ്റ് നല്ല എല്ലാ കാര്യത്തെയും കേട്ടോ തന്നെ പോയി ചെയ്യാം. പക്ഷെ എനിക്ക് തള്ളു ഞാൻ വണ്ടി അങ്ങോട്ട് എടുത്തോട്ടെ. അപ്പൂസ് ഞാനുള്ളത് എന്നാ പിന്നെ റിവേഴ്സ് എടുത്താലോ? അപ്പൊ ഞങ്ങൾ ഇനി അത് പോയി ബെഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. യെസ്. നമ്മള് കൊറിയർ എടുക്കാൻ വന്നതാണ് കേട്ടോ. അച്ഛൻ ഓരോരോ പെട്ടിയായിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. ഇനിയുണ്ട് ബാക്ക് വന്നോക്ക്. ഒന്ന് 2 പതുക്കെ ഇടണേ. വണ്ടി നിറഞ്ഞു. അച്ഛനവിടെ കേറിക്കോ. ആ അടയത്തില്ലേ? അടങ്ങില്ല. അടഞ്ഞിട്ടില്ലെന്നോ? നമുക്ക് നേരെ കടലോട്ട് പോയിട്ട് അൺബോക്സ് ചെയ്യാം. പുതിയ സ്റ്റാൻഡേർഡ് ബെഡ് അല്ലേ? നല്ല കളറാണ്. നല്ല രസമുണ്ട്. കൊള്ളാം അല്ലേ? അതിനകത്തെ പ്രിന്റും കൊള്ളാം കേട്ടോ. വാവ് വാവ് നല്ല രസമുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വേണ്ടതില്ല. കൊള്ളാം. തീർന്ന എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുഞ്ചോസ്. മൂന്നെണ്ണം പോയതാ. ഇതെല്ലാം പ്രീമിയം കേട്ടോ. ആ ഒരെണ്ണം മാത്രമേ സ്റ്റാൻഡേർഡ് ഓർഡർ ചെയ്തോളായിരുന്നു. ഉള്ളായിരുന്നു. ഓഹോ പൊട്ടിക്കിടി പൊട്ടി കേട്ട് പൊട്ടിക്കിടി പെട്ടിന്നാട്ടോ പറഞ്ഞേ. മാറിപ്പോയതാട്ടോ.
നമുക്ക് ഈ സാധനം ഇത് ഏറ്റവും കൂടുതൽ അവളെ വിറ്റിട്ടുള്ള ഈ ബ്ലൂ അല്ലേ, നേവി ബ്ലൂവും മെറൂണും അതേപോലെ വിറ്റിട്ടുണ്ട്. ഇത് എനിക്കറിയത്തില്ല എന്റെ ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമല്ല. നല്ല ക്യൂട്ടല്ലേ? ഇതും അതുമാണ് ഈ ബ്ലൂ. ഇതിനകത്തൂടെ കാണുമ്പോൾ ബ്ലാക്ക് വെള്ളം നിന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണ്ടി അത്രയും സ്റ്റാൻഡേർഡാ അല്ലേ. നമുക്ക് ഇവള് പറയാറുണ്ട് എനിക്ക് എന്റെ കളർ മറ്റുള്ളവരുടെ പോലെ ഇല്ല എനിക്ക്. ഈ ബ്ലൂ എനിക്ക് ഇഷ്ടമാണ്, ഈ കളർ അതും ഇഷ്ടമാണ്. ആ പോയി, ആ ബ്ലൂവും പോയി. ഈ ഗ്രീൻ ഒരു പ്രാവശ്യം വന്നുള്ളായിരുന്നു, അത് പോയി. ഈ പിങ്ക്, ആ പിങ്ക് പോയായിരുന്നല്ലോ. ആ ബ്ലൂ 2 എടുത്തോ? ഓ അതിന്റെ റൗണ്ട് ബേഡിന് നെറ്റ് കേട്ടോ. റൗണ്ട് ബേഡ് ഇല്ലേ അതിന്റെ ഇവിടെ ഒന്നും ഇല്ല. വാ നല്ല രസമുണ്ട്. അത് സ്റ്റാൻഡേർഡ് കേട്ടോ, പ്രീമിയം അല്ല. ഇനിയുണ്ടോ? അത് ക്രാഡില് കേട്ടോ, തൊട്ടിൽ വരുന്നതാണ് ആ കോംബോയില് ബ്ലൂവില്. ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നെയില് പൊട്ടിക്കുന്നത്. ചെക്ക് ചെയ്യാനുണ്ട്. ബാസ്കറ്റ് ഇല്ല ഒന്നിന്റെ? ബാസ്കറ്റ് ഉണ്ട്. നിങ്ങളെന്നാ ബില്ലടിക്കുമ്പോൾ ഞാൻ പോയി ചിറ്റാമയെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ചിറ്റാമയെ ആവശ്യത്തേക്ക് കാണിക്കാൻ ടൈമായി കേട്ടോ. ആ നല്ല കുഴപ്പമില്ല. ആ കൊള്ളാം കൊള്ളാം. ഇനി ഞാൻ പോവാട്ടോ ഇവിടെ നിന്ന്. ഞാൻ മുങ്ങുവാ ബില്ലടിച്ചെങ്കിൽ. ഞാൻ പോയി ചിറ്റാമയെ കൂട്ടിക്കൊണ്ട് വരാം. അപ്പത്തേക്ക് നീ ബില്ലടിച്ച് കഴിയും അല്ലേ? ഓക്കെ കൊണ്ടോ. ഫുൾ ടൈം പഠിത്തവും എഴുത്തും കാര്യങ്ങളും. എഴുതി പഠിച്ചോണ്ടിരിക്കുവാണോ? ഒക്കെ എഴുതി പഠിച്ചോണ്ടിരിക്കുവാണോ? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉടുപ്പ് മാറിയിട്ട് നിൽക്കുക കേട്ടോ. അതാ കാണിക്കാത്ത പുള്ളി. എന്നാ എന്റെ പൊന്നാവയ്ക്കുന്ന കാറ്റ്ലേറ്റ് അത് പോയി കഴിച്ചോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ട്ലേറ്റ്. അവള് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശന്ന് വരുന്ന എൻ്റെ കുഞ്ഞാവ ഇല്ലേ? ഒരു താങ്ക് യു എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് താങ്ക് യു ഒന്നും പറയേണ്ട കാര്യം എനിക്ക് ഇല്ലല്ലോടാന്ന് പറയുന്നത് കേട്ടോ. രാത്രിയിലൊക്കെ പറയും അത് പോയി മേടിച്ചോണ്ട് വേണം, ഇത് പോയി മേടിച്ചോണ്ട് വേണം. എന്ത് ലച്ചുമോളെന്തി ഉറങ്ങുവാണോ? എന്നാ മോൻ കഴിച്ചിട്ട് കൊണ്ട് വെക്കണം ബാക്കിയേ. എണീക്കുമ്പോൾ കൊടുക്കണം. അവള് കടയില് അവള് ബില്ല് അടിച്ചോണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ വന്നതാണ് ചേട്ടായി ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വെട്ടിക്കുന്ന ബാക്കി ചേട്ടായി എടുത്ത് വെട്ടി. വൈകിട്ട് വെട്ടാന്ന് വിചാരിച്ചു. നല്ലതാണോ ഇവിടെ? എല്ലാരും കൊതി വിട്ടു കേട്ടോ. കുഞ്ഞിന് ഫോട്ടോ ഇട്ട് കാണിക്കട്ടെ. ഇപ്പൊ തന്നെ പറയാ ആരും തൊടല്ല, ആരും അത് തൊടല്ലെന്നാള് പറയും. അടുത്ത സാധനം വന്ന അടുത്ത ബില്ലടിച്ചോ? ഇന്ന് തുടക്കി കൈ നിറഞ്ഞു. എന്നാ മോനെ ചക്ക തിന്നായിരുന്നു ഇപ്രാവശ്യം. ആ നീ തിന്നോ? പാത്രത്തിൽ കൊണ്ടുവന്നേ. ഇത് പിറന്നാളെന്ന് വന്ന കേട്ടോ. റബ്ബർ ഷീറ്റ് ആണ് കേട്ടോ. റബ്ബർ ഷീറ്റ്. ആ അത് ക്യാപ് സെറ്റ്, ട്രൈ ഷീറ്റ് സ്മോൾ ആ പറഞ്ഞേ. എത്ര 12 ആയിരിക്കും അല്ലേ? ഞാൻ 5 പറഞ്ഞേ. വന്നിട്ട് വന്നോ ഫ്ലാറ്റിൽ ഇതാണേ വന്നേ. ഓക്കെ കുഴപ്പമില്ല. നല്ല ഡോഗിന്റെ മാത്രമേ ഇഷ്ടമുള്ളൂ. കുഴപ്പമില്ല. വാ എന്നാ ചിറ്റാമ്മ വെയിറ്റിങ്. അത് തിന്നിട്ട് പോരെ. തിന്നു നോക്കി. വലിച്ചു മറിക്കുവാ.
ആ തേൻവരിക്ക. ഓ എല്ലാവർക്കും കൊതി വരും, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കടയിലുണ്ട്. അതായത് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ ഹാമ്പേഴ്സ് ഇറക്കി കേട്ടോ, ബേബീസിന്, ന്യൂ ബോൺ ബേബീസിന്. നമ്മൾ ഓൺ കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ, നമ്മൾ തന്നെ റെഡിയാക്കിയേക്കുന്നതാണ്. ഇതെല്ലാം മേടിച്ച് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ. ഈ ബോക്സ് കുറേ ഉണ്ട് കേട്ടോ, വെറൈറ്റി ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ചക്ക? ഇത് ഹാമ്പേഴ്സ് വേണ്ടവരാ ഉണ്ടെങ്കിൽ ജസ്റ്റ് 62 35 68 79 61 മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. ആമീസ് വേൾഡ് എന്ന് പറയുന്ന പേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിലെ ഉണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്തുവാ വായിച്ച എനിക്കറിയാം, ഇനി സമാധാനം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ചേട്ടാ പറഞ്ഞ കേട്ടോ, അവൾക്ക് കൊണ്ടുപോകാം, അല്ലെ അവൾ ഒട്ടും സമാധാനം കാണത്തില്ല. പിന്നെ ഞാൻ ചേട്ടോട് ഇന്നലെ പറഞ്ഞ രാവിലെ അമ്മ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചിട്ട് തിന്നാം. അമ്മയ്ക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടമ്മച്ചി വെക്കുമായിരുന്നു. അമ്മച്ചി എങ്ങനെയാ, പണ്ടമ്മ സ്കൂളിൽ പോകുമ്പോ എവിടെ നിന്ന് ചക്ക കിട്ടും, അങ്ങനെ സ്കൂളിൽ പോയിക്കൂല്ലേ. ഇപ്പൊ എനിക്കും ഇഷ്ടം അമ്മയ്ക്കും ഏറ്റവും കുറച്ച്. വാവ എങ്ങനെ ഒരു ചോളയുടെ പകുതിയൊക്കെ വരെ നിന്നു. ഞാനും അമ്മ രണ്ടുപേരും ഒരേ ടൈപ്പ് കുതിക്കാനാ. അമ്മ ഇങ്ങനെ ഇത്ര ആയിരിക്കും എടുത്ത് വെക്കുന്നത്, ഇത്ര ഉണ്ടായിരിക്കും. അത് ഞാൻ വൈകുന്നേരം രാവിലെ മുറിച്ചെങ്കിൽ ഒരെണ്ണം ഉച്ചയ്ക്ക് എടുത്ത് 4 മണിക്ക് എടുത്ത് അമ്മ ഞാൻ വരുന്ന വരെ ഓരോന്നും എടുത്തെടുത്ത് ഞാൻ വരുമ്പോ ഇതിന്റെ പകുതിയെ കാണത്തുള്ളൂ. അമ്മ ഇത്ര ഉള്ളു അമ്മ. അമ്മ ഓരോന്നേരം വെച്ചെടുത്ത് അമ്മയോട് ചോദിക്കും. അമ്മയ്ക്കും കൊച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവക്ക് കുറച്ച് എടുത്തിട്ട് വാ പോവാം. ചോറ് ചീറ്റാമ്മ അതിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ പോകുമ്പോ റിസൾട്ട് ഇപ്പഴേ അറിയത്തുള്ളൂ, എന്ത് പറയുന്നൊന്നും അറിയത്തില്ല. ചീറ്റാമ്മക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ, നല്ല ടെൻഷൻ ഉണ്ട്. കവായിയുടെ സ്റ്റിക്കറോ? അതെന്തോ അത്? ഇതിന് എവിടെ ഒട്ടിക്കാനാണ്? ഇവിടെ ഇട്ടിട്ട് നമുക്ക് നെറ്റ് ഒട്ടിച്ച് എടുത്താം ഫ്രണ്ടി വല്ലോ കാണിച്ച്. ഇതൊക്കെ എന്ത് പടി? ഇത് 20 ഷീറ്റുകൾ മിനിസോയിൽ വേണ്ടി ഉണ്ടായിരുന്നല്ലോ. മിനിസോയിലില്ല, ഇത് നല്ല ഒന്നുമില്ല. ഇതിപ്പോ എവിടെ ഒട്ടിക്കാനാ? എന്റെ മറ്റേ ഇതിനകത്ത് സ്റ്റിക്കറിന്റെ വർക്ക് കാണിച്ചു തരാം. ഇവളുടെ സ്റ്റിക്കറിന്റെ വർക്ക് എന്താ ഏഷ്യയിലെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് വേണ്ട കോർണറിൽ. അപ്പൊ ഞങ്ങള് ചിറ്റാമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ റിസൾട്ട് എല്ലാം കാണിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ ഞാൻ ചിറ്റാമ്മയെ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് കടയിലോട്ട് വന്നതാണ്. അപ്പം 2 മറ്റേ ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ചേട്ടായും കുഞ്ചൂസും കൂടെ ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ടുള്ള റെഡിയാക്കി വെച്ചു. ഞാൻ വന്നിട്ട് കാണാം ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 പേർക്കും പാക്ക് ചെയ്യും, എല്ലാം പാക്ക് ചെയ്യും. പിന്നെ അളവെടുത്ത് കുറേ പ്രൊസീജിയർ ഉണ്ട് ഇങ്ങനെ അയക്കണേല്. അപ്പം ചിറ്റാമ്മയുടെ റിസൾട്ട് വന്നു കേട്ടോ. അത് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അതായത് ഫീമോറൽ ഹെർണിയ, ഫീമോറൽ അങ്ങനെ എന്തോ ആണ് അല്ലേ, ഫിമോറലോ അങ്ങനെ എന്തോ ആണ്. ഫിമോറൽ റൈറ്റ് സൈഡിൽ ഫിമോറൽ ഹെർണിയ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ട് സിസ്റ്റ് ഉണ്ട്, അതായത് കിഡ്നിയിലാണ് 2 സിസ്റ്റ്. ചെറിയ അത് അതിന് കുഴപ്പമില്ല, അത് ഹാംഫുൾ അല്ല. അത് ചെറിയ സിസ്റ്റുകളാണ് കിഡ്നിയിൽ 2 സൈഡിലും ഉണ്ട്, 2 കിഡ്നിയിലും ഉണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമുള്ളതല്ല. പക്ഷെ ഈ ഹെർണിയ ഫിമോറൽ ഹെർണിയ എന്നാണ് പറഞ്ഞത്. അപ്പം ചിറ്റാമ്മ ഭയങ്കര വേദനയാണ് ചിറ്റാമ്മയ്ക്ക്. അപ്പം നമ്മൾ മിക്ക ദിവസവും വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുക്കും, കുറേ നേരം അവിടെ കിടത്തും. എന്നിട്ടൊന്നും ചിറ്റാമ്മയ്ക്ക് ഭയങ്കര വയ്യാതെ ആവും. അപ്പം നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ട് കിടത്തും. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ എല്ലാവരും ഗ്യാസ് വന്നാ എല്ലാവരും പറഞ്ഞത്. അതെല്ലാം സ്കാൻ ചെയ്യുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഹെർണിയ വരാം. പക്ഷെ ഈ ഒരു 85-ാമത്തെ വയസ്സിൽ ഈ ഹെർണിയ വന്ന് ഈ ഒരു കുറെ ഹെർണിയാസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഹെർണിയക്ക് ഇത്തിരി റിസ്ക് കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ വൈകിട്ട് ഇപ്പോൾ അറിഞ്ഞു. പക്ഷെ ചിറ്റാമ്മ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ചിറ്റാമ്മയുടെ കൂടെ തന്നെ ഇരിക്കുന്നു. അപ്പം ഇത്തിരി റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക്
100% പ്രതീക്ഷയുണ്ട്, തമ്പുരാനിൽ പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും വലിയ വലിയ പ്രതീക്ഷകളുണ്ട്. ചിറ്റാമ്മയും ഭയങ്കര സ്ട്രോങ് ആണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ അപ്പം തന്നെ അമ്മയുടെ കണ്ണെല്ലാം നിറഞ്ഞ് ഇതായി. അപ്പോൾ അമ്മയോട് പറയാതിരിക്കാൻ പറ്റൂല, കാരണം മക്കൾ രണ്ടുപേരുടെയും പെർമിഷൻ വേണം. 3 പേരുണ്ട് മക്കൾ, ഒരാൾ മരിച്ചു. പക്ഷേ മാമൻ്റെയും കുമാരിയമ്മയുടെ 2 പേരുടെയും പെർമിഷൻ വേണം. സർജറി ഇല്ലാതെ വേറെ ഒരു വഴിയുമില്ല, സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുവാണ്. മിക്കവാറും ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കും സർജറി ചെയ്യുന്നത്, അല്ലെങ്കിൽ കോട്ടയത്തായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. നല്ല റിസ്ക് ഉണ്ട്, പക്ഷേ സർജറി അല്ലാതെ വേറെ മരുന്ന് കഴിച്ചും വേറെ ഒരു ചികിത്സ ഇല്ല. എവിടെ ചെന്നാലും സർജറി മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടോ? അത് റിസ്ക് പറഞ്ഞേക്കുന്നത് അനസ്തീഷ്യ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കുറെ വലിയ വലിയ റിസ്കുകളാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ചിറ്റാമ്മ പറഞ്ഞ് എനിക്കൊരു പേടിയില്ല, എന്നോട് നിങ്ങൾ എന്നോടൊന്നും മറച്ചു വെക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ചിറ്റാമ്മയോട് നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്കും വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റുമല്ലാത്തൊരു കണ്ടീഷൻ. അപ്പോൾ എന്തുവാണെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പ്രാർത്ഥന അതാണ് ഇപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും മിക്കവരും, ഞാനിപ്പം ആൻചേച്ചിയോട് അന്നേരം എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴേ ഞാൻ ആൻചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും പറഞ്ഞായിരുന്നു കുറച്ച് റിസ്ക് ആവാനെ, അതായത് റിസ്ക് ഉണ്ട് ഇതിനകത്ത്, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ചേച്ചിയും നമ്മളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഓർക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിക്കുന്ന നല്ല വിഷമത്തോടെ തന്നെയാണ് സത്യം പറഞ്ഞത്. പക്ഷെ നമ്മൾ ചിറ്റാമ്മയുടെ മുന്നിൽ നല്ല ചിരിച്ച് കളിച്ച് അന്യേ നടക്കത്തുള്ളൂ. കാരണം ചിറ്റാമ്മ നല്ല സ്ട്രോങ് ലേഡിയാണ്, സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഡോക്ടറും പറഞ്ഞതാണ് ഒരു ചിറ്റാമ്മ ഷുഗറോ BP-യോ ലോ BP അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെ സ്ഥിരമായിട്ടുള്ള അസുഖം മരുന്ന് കഴിക്കുന്ന അസുഖങ്ങളോ ഒന്നും ഇതുവരെ പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്തിട്ടോ കിടന്നു പോയിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. 82 വയസ്സിൽ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വരുന്നത്. എനിക്കൊക്കെ ഇപ്പൊ എനിക്ക് 26 വയസ്സിട്ടുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ തന്നെ ചിറ്റാമ്മ അത് പറഞ്ഞു, ഈ പ്രായത്തിലാണല്ലോ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വരുന്നത്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നോക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കിരൺ ഡോക്ടറാണ് ചങ്ങനാശ്ശേരി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് വിഷമത്തോടെ, നല്ല സന്തോഷത്തോടെ തുടങ്ങിയൊരു ദിവസമാണ്. കുറച്ച് വിഷമത്തോടെയാണ്, കുറച്ചല്ല വലിയൊരു വിഷമമാണ്. കാരണം ചിറ്റാമ്മയാണ് നമ്മുടെ എല്ലാം, നമ്മുടെ കുടുംബത്തിൻ്റെ സത്യം പറഞ്ഞാൽ അമ്മയുടെ വീണ് പോയപ്പോഴത്തേക്കും ചിറ്റാമ്മയാണ് അതേപോലെ നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തിയത്. നമ്മളൊന്ന് കടയിലോട്ട് പോരണേ പോലും ചിറ്റാമ്മയുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു കാര്യവും നടക്കത്തില്ലായിരുന്നു. ചിറ്റാമ്മയുടെ വേദനകളിൽ പോലും ചിറ്റാമ്മ അത്രയും നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു സത്യം പറഞ്ഞാൽ. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് രണ്ടുപേരും ആയിട്ട് കടയിലോട്ട് വരവൊന്നും നടക്കുകയല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ചിറ്റാമ്മ. അതായത് വല്യമ്മയാണേലും അമ്മയായിട്ട് ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും ചിറ്റാമ്മ ചെയ്തു തരും. ഞാൻ ഒരു കാപ്പി പോലും എന്നെ കൂടെ എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാനിപ്പോൾ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ചിറ്റാമ്മയെ ഇപ്പോൾ വഴക്ക് പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് ഫ്രീഡം എടുത്തിട്ട് ചിറ്റാമ്മയെ വഴക്ക് പറയും. ഞാൻ പാത്രമൊക്കെ ചിറ്റാമ്മ കഴുകാൻ പോകുമ്പോഴത്തേക്കും ഞാൻ പറയും വേണ്ട അവിടെ മാറ്റി വെക്കും, ഞാൻ കഴിക്കോളാം എന്ന് പറയും. അപ്പം എല്ലാവരും അങ്ങനെയാണ്. ചിറ്റാമ്മ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും മാക്സിമം തടഞ്ഞ് ഓരോ കാര്യം ചെയ്യും. പക്ഷെ ചിറ്റാമ്മ ഇങ്ങനെ ഇതാണ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം. ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്തതും കൊണ്ടാണ് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ കിടന്നു പോലെ ഇരുന്നാലും ഇരുന്ന് ഇതായി പോകുന്നു പറഞ്ഞുകൊണ്ടാണ് ചെറിയ ചെറിയ ജോലികൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചിറ്റാമ്മ തന്നെ കൂടുതലും ചെയ്യുന്നത്. ഫുള്ള് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ചെയ്ത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ലച്ചൂട്ടി അമ്മച്ചനോട് ഉള്ളതുകൊണ്ടാണ് ഒത്തിരി ഇങ്ങനെ വേറൊന്നും കാര്യമൊന്നും ആലോചിക്കുന്നത്. നമ്മളത്ര എല്ലാരും അങ്ങനത്തെ ഒരു കഴിവുള്ളവരെല്ലാരും വൈകിട്ട് നമ്മളില്ലാത്ത സമയമുള്ളൂ പിള്ളേരുമായിട്ടുള്ളത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഓളോ. ഇപ്പൊ ഇന്നലെ ചിറ്റാമ്മ ആശുപത്രി കൊണ്ടുപോയില്ല. ഇന്നും ഇന്നലെയും വൈകിട്ട് ചിറ്റ 1 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിരുന്നു. ലച്ചൂട്ടി 2 പ്രാവശ്യം അവിടെ നിന്ന് പോന്നപ്പോൾ ഉറക്കമായിരുന്നു. തിരിച്ചു വന്നപ്പം ചിറ്റാമ്മ എന്തിയെന്ന് ചോദിച്ചാൽ അതുവരെ കരച്ചിൽ നിർത്തിയിട്ടേ ഇല്ല. പപ്പ ഇവള് ലച്ചുവിനെ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല. ഒന്നെങ്കിൽ പുറത്ത് ഇതുവഴിയൊക്കെ നമ്മൾ ഓടിപ്പോയി പിടിച്ചോണ്ട് ചിറ്റാമ്മ ചിലപ്പോൾ അടുക്കളയിൽ ആ മൂലയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തായിരിക്കാം, ചില ബാത്റൂമിലായിരിക്കാം. ഇവള് വിളിക്കുമ്പോൾ കേൾക്കുകയല്ല, കേൾവിക്കുറവുള്ളതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഇവള് ഇറങ്ങി അങ്ങ് പോകും ചിറ്റാമ്മ അന്വേഷിച്ച്. അപ്പൊ അവൾ ഭയങ്കര ബോണ്ടാണ് ചിറ്റാമ്മയായിട്ട്, ഭയങ്കര ബോണ്ടി അവർ രണ്ടുപേരും. അപ്പൊ ചിറ്റാമ്മയും മാറി നിൽക്കത്തില്ല, അവളും മാറി നിൽക്കത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം സർജറിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാതെ സേഫായിട്ട് നമ്മുടെ ചിറ്റാമ്മയെ ഇപ്പോഴത്തെ ആരോഗ്യത്തിലൂടെ തിരിച്ചിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും മുന്നോട്ടുണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഇനിയിപ്പോൾ നാളെ എന്തായാലും നമ്മൾ സന്തോഷത്തോടെ തന്നെ വരും. കാരണം ചിറ്റാമ്മയുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് തന്നെ ഇനിയുള്ള എല്ലാ ദിവസവും വീഡിയോസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ വരും. നമുക്ക് കൂടുതൽ ചിറ്റാമ്മയെ നമ്മൾ സന്തോഷിച്ചിരുന്നു അയാൾ ചിറ്റാമ്മ സ്ട്രോങ് ആകത്തുള്ളൂ കേട്ടോ. എൻ്റെ മുഖത്ത് നിന്ന് മാറിയല്ല അവളുടെ മുഖം ഒന്ന് മാറിയാൽ
ചിറ്റാമ്മ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ് അല്ലേ? അന്നത്തെ ദിവസം ഫുള്ള് വിഷമാ ചിറ്റാമ്മ. അപ്പൂവനും പിണങ്ങിയോ, കുഞ്ചുവായിട്ട് പിണങ്ങിയോ, അല്ലെ കുഞ്ചു അപ്പൂവനായിട്ട് പിണങ്ങിയോ, എന്നോട് ചോദിക്കും അവളുമായിട്ട് വഴക്കാണോ മോനെ, എന്നെ അവള് കിടക്കുന്നേ, അല്ലെ അവളോട് ചോദിക്കും ഞാൻ പിണങ്ങിയോ എന്ന് ചോദിക്കും. ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് തന്നെ ചിറ്റാമ്മയോട് എപ്പോഴും ഇരിക്കും. അപ്പം മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ. ഇനി പാക്ക് ചെയ്യട്ടെ. ഇതിപ്പം അയക്കേണ്ടതാണ്, നാളെ എടുത്തോണ്ട് പോകേണ്ടതാണ് കേട്ടോ. ഇതൊന്ന് ഒരെണ്ണോടെ ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് പാക്ക് ചെയ്യാം. ഓക്കെ ടാറ്റ. ജിമ്മിൽ പോയിട്ട് വന്നതുകൊണ്ട് നല്ല അണപ്പൂട് ഉണ്ട്. ടാറ്റ ടാറ്റ.